എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ബിൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു യാത്രാ വീഡിയോ ഇട്ട കൂട്ടത്തിൽ അടുത്ത എൻ്റെ വീഡിയോ സാമ്പ്രാണിക്കോടിയിലേക്കുള്ള യാത്രയാണെന്നും പറഞ്ഞാൽ ഞാൻ നിർത്തിയിരുന്നത്. ഞാനിന്ന് അവിടുന്ന് തുടങ്ങുവാണേ. കൊല്ലത്ത് മനോഹരമായ തടാകങ്ങളാൽ ചുറ്റപ്പെട്ട ശാന്തമായ കായലിലൂടെ യാത്ര ചെയ്യാനും ഇറങ്ങാനും കഴിയുന്ന ഒരിടമുണ്ട് കേട്ടോ. അറബിക്കടലിൻ്റെ കൂട്ടുകാരിയായ അഷ്ടമുടിക്കായലിന് തൊട്ടരികിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒരു ഗ്രാമമാണ് സാമ്പ്രാണിക്കോടി. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഭംഗി കൊണ്ട് മനോഹരം തന്നെയാണ്. ഇപ്പം ലോക ടൂറിസത്തിൽ തന്നെ ഒരു പ്രത്യേക സ്ഥാനം നേടിയ ഒരു ദ്വീപാണ് കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സാമ്പ്രാണിക്കോടി. അഷ്ടമുടിക്കായലിൻ്റെ തെക്കേ അറ്റത്താണ് ഈ സാമ്പ്രാണിക്കോടി സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ദൂരപരിധിയിലാണ്. നമുക്ക് കായൽ മാർഗമോ അല്ലെങ്കിൽ റോഡ് മാർഗമോ ഒക്കെ ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബോട്ട് ടെർമിനലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മെ ബോട്ടിൽ ഇവിടേക്ക് കൊണ്ടുവരും. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാമ്പ്രാണിക്കോടി ആ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്നേ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ ഇവിടെ നിന്ന് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കാം. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ സമയം. ഞങ്ങൾ ബോട്ടേ വന്ന് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ, അങ്ങനെ ഒത്തിരി നേരം വെള്ളത്തിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവർ നമുക്ക് വള്ളത്തെ കൊണ്ടുപോകാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു തരും. പക്ഷേ വള്ളത്തെ കയറുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റ് ഇല്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അതിനെയും എനിക്ക് തോന്നുന്നു പോകെ അതൊക്കെ ആയി വരും എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും നല്ല പഴക്കം ചെന്ന് തോണിക്കാരൊക്കെയാണ് വള്ളം ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ. അന്നേരം വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ അതിനകത്ത് കയറി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു കായൽ നിൽക്കുന്നതിനേക്കാൾ ഈ ഒരു വള്ളയാത്ര ഒന്നുകൂടെ നമുക്ക് ഏറെ ഒരു നല്ല അനുഭവം നൽകുന്നത് തന്നെ കേട്ടോ. കായൽ പരപ്പിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ആ കണ്ടൽക്കാടുകളിനിടയിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാനും ഒക്കെ വളരെ ഭംഗിയാട്ടോ. പോകുന്ന വഴിയിൽ അവിടെ തന്നെ അവർ ഈ മാങ്ങ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. അതൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അന്നേരം പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ ചെറിയ കപ്പലുകൾ ഇവിടെ വന്ന് നങ്കൂര വിട്ടിരുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് ഈ കപ്പലുകളെ ചമ്പ്രാണി എന്ന് വിളിക്കുന്നത്. ചമ്പ്രാണി. അപ്പോൾ ഇങ്ങനെ ചമ്പ്രാണി എന്ന് വിളിച്ചാണ് ഇത് സാമ്പ്രാണിക്കോടി എന്നറിയപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്കറിയത്തില്ല. ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ എത്തിച്ചേരുമ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു വെള്ളത്തിൽ തന്നെ നിന്ന് നിങ്ങൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചും മീനൊക്കെ പിടിച്ചും ഒക്കെ നമുക്ക് നിൽക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി നമുക്കൊരു നല്ല അനുഭവം നൽകുന്ന ഒരു യാത്ര ഈ വള്ളത്തിലൂടെ ഉള്ള ഒരു യാത്രയാണ്. നമ്മളെ അവരിങ്ങനൊരു കുറച്ചേറെ സ്ഥലങ്ങളിൽ അവരിങ്ങനെ നമ്മളെ കൊണ്ടുപോകും. അരമണിക്കൂർ യാത്രയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ആൾ പറഞ്ഞത് 250 ഭവനങ്ങളുണ്ട് ഇവിടെ എന്നാണ് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ സ്ഥലമൊക്കെ പറയുന്നുണ്ട്. 250 ഭവനങ്ങളുണ്ട്. നല്ല എന്താ പറയുക, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളിവിടെ ചോദിച്ചു, വെള്ളമൊക്കെ കയറുന്ന സമയങ്ങളിൽ വീടുകളിലൊക്കെ വെള്ളം കയറുമോ എന്നുള്ളത്. അപ്പം ഒരിക്കലും ഇല്ല. ഇവിടെ വെള്ളം ഇങ്ങനെ പൊങ്ങാറേ ഇല്ല. ഈ ഒരു രീതിയിൽ തന്നെ വെള്ളം നിൽക്കത്തുള്ളൂ. അധികം വരുന്ന വെള്ളം കടലിലേക്ക് അങ്ങ് വലിച്ചെടുക്കുക അന്നേരവേ ചെയ്യും. ഇവിടെ ഇങ്ങനെ വെള്ളം കയറി എന്നൊരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാ, അങ്ങനെ ഒരു ഇതുവരെ വന്നിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്രയുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തരുന്ന ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വള്ളത്തിൽ കയറിയുള്ള യാത്ര. എനിക്ക് സാധാരണ വള്ളത്തിൽ കയറാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും ഇങ്ങനെയുള്ള യാത്രകൾ ഒഴിവാക്കിയാണ് പതിവ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നാളിനെ പറഞ്ഞു, എൻ്റെ പപ്പയുടെ വീട് അഷ്ടമുടിയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബോട്ടിൽ ഇങ്ങനെ പോകാറുണ്ടെങ്കിലും വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുക പതിവില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, പപ്പയൊക്കെ എപ്പോഴും പറയും വള്ളത്തിലൊക്കെ യാത്ര ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള യാത്രകൾ ഞങ്ങൾ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ഈ ഒരു യാത്രയുണ്ടല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ വള്ളത്തിൽ കയറിയതും. അരമണിക്കൂറുള്ള ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ എന്നും ഓർക്കുന്ന ഒരു നിമിഷം തന്നെയാണേ. ആ കണ്ടൽക്കാടിനടുത്തൂടെയൊക്കെയുള്ള യാത്രകൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടൽക്കാട് ഇത്രയും അടുത്ത് ഉള്ളിലൂടെയൊക്കെയുള്ള ഒരു യാത്ര നടത്തുന്നത്. ശരിക്കും ഈ സാമ്പ്രാണിക്കുഴി വന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിൽ തന്നെ നിൽക്കാതെ
വെള്ളത്തിൽ തന്നെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും ഇഷ്ടവുമില്ല. നിങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപാട് നേരം ആ വെള്ളത്തിൽ നിൽക്കാതെ ഇങ്ങനെ തോണിയിൽ കയറി അല്ലെങ്കിൽ ബോട്ടിൽ കയറി ഇങ്ങനെ ഈ 1/2 കിലോമീറ്റർ ഈ ഒരു കണ്ടൽക്കാടിനകത്തൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായി മാറും കേട്ടോ, അതിനൊരു സംശയവുമില്ല. ഇവിടെ വന്നപ്പം ഇവിടെ ഒരു കാസ്കേഡ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡുകളും ഒക്കെ കിട്ടും. പറയുന്നത് കേട്ടു കല്യാണത്തിൻ്റെ സമയത്തൊക്കെ റിസപ്ഷനൊക്കെ ഇവിടെ വെക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമുക്ക് കൂടുതൽ അറിയില്ല, എങ്കിലും നല്ല മനോഹരമായി തന്നെ ഇവരത് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് മഴ കുറവായിരുന്നു. അവിടെ നിന്ന് ബോട്ട് ടെർമിനലിനടുത്ത് നിന്നപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ല ചൂടായിരുന്നു, അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. എങ്കിലും ഇത് കാണുന്ന ആ ഒരു ഇഷ്ടത്തിലുണ്ടല്ലോ, നമ്മൾ ആ ചൂടിനെയൊന്നും വക വയ്ക്കാതെ തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ലൈഫ് ജാക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. കാരണം നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴാണ് എന്താ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ആൾക്കാർ ഭയം കൂടാതെ പേടി കൂടാതെ ഇരിക്കുക നമുക്കറിയാം. ഇതുണ്ടോ ദൂരെ മനോഹരമായ ആ ഒരു കണ്ടൽക്കാട് നിൽക്കുന്നുണ്ടോ. അന്നേരം ഇതിനിടയ്ക്കൂടൊക്കെ ഇവർ ഈ ബോട്ട് യാത്ര നടത്താൻ അല്ലെങ്കിൽ ഈ വള്ളത്തിൽ ഇവരിങ്ങനെ കൊണ്ടുപോകുന്ന സഞ്ചാരപാതയായത് കേട്ടോ. നമുക്കിങ്ങനെ പോകുമ്പം കാണാം ഒത്തിരി മീനുകളും ഒക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടെന്ന് അവനെ കക്കയും ചിപ്പിയും അതുപോലെ തന്നെ മീനെയൊക്കെ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കൂടെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് എത്തുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതിമനോഹരമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുക്കണം, വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കണം, നല്ല സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു പ്ലേസ് തന്നെയാണ് സാമ്പ്രാണിക്കൊടി. ഇപ്പോൾ എനിക്കൊന്ന് അനേകം വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നിന്നപ്പം തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ വരുന്നത്, ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ സമയമുണ്ട്, ആ സമയത്തിനുള്ളിലേ ഇവിടെ യാത്രയുള്ളൂ. അത് കഴിയുമ്പോൾ ബോട്ട് സർവീസ് അവർ നിർത്തി വയ്ക്കുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത ദിവസം മാത്രമേ അത് സ്റ്റാർട്ടാകത്തുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഹോട്ടലുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ആഹാരമൊക്കെ കഴിക്കാൻ ഉള്ള ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പോകുന്ന കൂടെ തന്നെ വേറൊരു ആൾക്കാരും ഇതുപോലെ തന്നെ വള്ളത്തെ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ 1/2 മണിക്കൂർ യാത്ര കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്നാണോ വള്ളത്തിൽ കയറി പോയത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മളെ അവർ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഇനിയിപ്പം കുറച്ച് നേരം വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ നമുക്ക് നിൽക്കാം. ഞങ്ങൾ ആദ്യമേ വെള്ളത്തിൽ നിൽക്കാതെയാണ് പോയത് കേട്ടോ. ഞങ്ങൾ ആദ്യം വള്ളത്തിൽ തന്നെ കയറി പോകാമെന്ന് വെച്ചാൽ പോയത്. ഈ ഒരു വെള്ളത്തിനകത്തും അവർ ഫ്രൂട്ട്സ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൊണ്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. വേണ്ടവർക്ക് അതൊക്കെ മേടിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നിന്നപ്പം എല്ലാവരും ഇങ്ങനെ കക്ക പെറുക്കലും ഇതൊക്കെ അറിയാമല്ലോ. നമ്മളിവിടെ കടലിൻ്റെ അവിടെ പോയാലും കായലിൻ്റെ അവിടെ പോയാലും ഒക്കെ ഈ കക്ക പെറുക്കലും ഒക്കെ ആണല്ലോ നമ്മുടെ സ്ഥിരം ജോലികൾ. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും ഒക്കെ എടുത്ത് എന്നാൽ പിന്നെ അവിടെ നമുക്ക് തിരിച്ച് പോരാമെന്ന് കണ്ട്. കാരണം ഇവിടെ മാത്രം നിന്നാൽ പറ്റില്ലല്ലോ, നമുക്ക് തിരിച്ച് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയാലേ പറ്റത്തുള്ളൂ. അതുപോലെ ഒത്തിരി നേരം വെള്ളത്തിൽ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരിച്ച് നമുക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ വന്ന ബോട്ടുകാരെ തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം അവർ നമുക്ക് ചെയ്തു തരും. അന്നേരം തിരിച്ച് നമുക്ക് ബോട്ട് ഇപ്പം വരും, അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. വേണ്ട പിന്നെ ഷെല്ല് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ, അടി മേടിക്കുമേ. അങ്ങനെ സാമ്പ്രാണിക്കൊടിയൊക്കെ കണ്ട് വിസിറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീണ്ടും ബോട്ടിൽ കയറി തിരിച്ച് വരികയാണ്. വരുന്ന വഴി ഒരു മനോഹരമായ ദേവാലയമൊക്കെ കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്, നമുക്ക് ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആലപ്പുഴയൊക്കെ ഹൗസ് ബോട്ടുകളൊക്കെ പോകത്തില്ല, അതുപോലെ തന്നെ ഇവിടെയും ധാരാളം ഹൗസ് ബോട്ടുകളും ഒക്കെ ഉണ്ട്. അനേകം പേര് ഇവിടെ വന്ന് ഹൗസ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവരുമുണ്ട്. ശരിക്കും ശാന്തസുന്ദരമായ മനോഹരമായ ഒരു ഐലൻഡ് തന്നെയാണ്, ഒരു തുരുത്ത് തന്നെയാണ് സാമ്പ്രാണിക്കൊടി. കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കാണാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായും വരണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബോട്ട് ടെർമിനലിലെത്തി. അവിടെ വന്നപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വെച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പട്ടിയെ കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എവിടെയോ വീടുകളിൽ വളർത്തിയ പട്ടിയാണ്. അതിപ്പം ഇവിടെയാണ് അതിൻ്റെ താമസം.
പക്ഷേ ഇത് വേറൊന്നും കഴിക്കില്ല കേട്ടോ. ഈ ഒരു ഐസ്ക്രീം മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ നിന്നവർ പറഞ്ഞാൽ അതാ, ഇത് ഐസ്ക്രീം മാത്രമേ കഴിക്കത്തുള്ളൂ. കഷ്ടം തോന്നി ഞങ്ങൾ മേടിച്ച് ഐസ്ക്രീമൊക്കെ കുറച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ സാമ്പ്രാണിക്കൊടി വിശേഷങ്ങൾ ഞങ്ങളുടെ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്ക് യാത്രാ വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബായ്. അവളെ കാഴ്ച പറയുന്നതാ, പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കാറ്, പിള്ളേരെ പറഞ്ഞ് അവളെ കാഴ്ച പറയുന്നതാ.